ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെം ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ ബ്ലോക്ക് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ബ്ലോക്ക് 1-ൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻസ് എന്താണ്, കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുള്ളതാണ് ബ്ലോക്ക് 1-ൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1-ൽ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഉൾത്തിരിഞ്ഞു വരുന്നത്. കോമൺ എന്ന് പറയുന്ന അർത്ഥം വരുന്ന കമ്മ്യൂണിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ചെയ്ത് അല്ലെങ്കിൽ ഉൾത്തിരിഞ്ഞു വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാർട്ട് ചെയ്യുന്ന, കൺവേ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീച്ചിലൂടെ, റൈറ്റിങ്ങിലൂടെ, സൈനുകളിലൂടെ, എഴുത്തിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ സംസാരങ്ങളിലൂടെയോ ഒക്കെ നമ്മളുടെ കയ്യിലുള്ള ഐഡിയാസ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യൻ്റെ എല്ലാ ദൈനംദിന ജീവിതത്തിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. സിംപ്ലി ഡിഫൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു സിമ്പിളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കയ്യിലുള്ള ഐഡിയാസും ആറ്റിറ്റ്യൂഡ്സുകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻസൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ് ഫ്രം സോഴ്സ് ടു ആൻ ഓഡിയൻസ് ത്രൂ എ ചാനൽ. അതായത് ഒരു സോഴ്സിൽ നിന്നും ഒരു ചാനൽ വഴി മറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണ് എന്തെന്ന് പറയുന്നത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്, ഈ ടീച്ചറാണ് എന്തെന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്, ഓഡിയൻസ് എന്ന് പറയുന്നത് കേൾക്കുന്നത് നിങ്ങളാണ്, ചാനൽ എന്ന് പറയുന്നത് യൂട്യൂബ് ക്ലാസ്സാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിലുള്ള ഐഡിയ മറ്റുള്ള ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ജോസഫ് എ ഡിവ്യൂട്ടോ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഡിസോർട്ടഡ് ബൈ നോയ്സ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ് വിത്ത് സം എഫക്റ്റ് ആൻഡ് വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. അതായത് ജോസഫ് എ ഡെവിറ്റോ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് പേര് ചേർന്നിട്ടുള്ള ഒരു ആക്റ്റാണെന്ന് പറയുന്നത്. ഇവർ സെൻഡിങ്ങും റിസീവിങ്ങും, ഒരു മെസ്സേജ് അവർ അയക്കുകയും മെസ്സേജ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നോയ്സുകൾ വരുന്നുണ്ട്. നോയ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിലുള്ള തടസ്സങ്ങളെയാണ് നോയ്സുകൾ സംഭവിക്കുന്നത്. ചില സമയത്ത് എന്തെങ്കിലും എഫക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എഫക്റ്റുകൾ സംഭവിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഫീഡ്ബാക്കുകൾ സംഭവിക്കാം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാധനം ലഭിക്കുന്നത്, അതായത് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്ന് തിരിച്ചു പറയുന്ന എഫക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓർ ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ്, നോളേജ് ഓർ ഇൻഫർമേഷൻ ത്രൂ സ്പീച്ച്, റൈറ്റിംഗ് ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളതാണ്. ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ടോ മെക്കാനിക്കലായിട്ടോ അല്ലെങ്കിൽ എഴുത്ത് രൂപത്തിലായിട്ടോ സ്പീച്ചായിട്ടോ നിങ്ങളുടെ കയ്യിലെ ഇൻഫർമേഷൻസ്, ഐഡിയകൾ, നോളേജ്, അറിവുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് അടങ്ങിയിരിക്കുന്നത്? ഒന്നാമത്, ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ്, 2 പേരെങ്കിലും മിനിമം എന്ത് ചെയ്യണം, അടങ്ങിയിരിക്കണം ഒരു കമ്മ്യൂണിക്കേഷനിൽ. ഒരാൾ സെൻഡർ ആയിരിക്കും, ഒരാൾ റിസീവർ ആയിരിക്കും. ഒരാൾ മെസ്സേജ് കൈമാറുന്ന വ്യക്തിയാണ്, റിസീവർ എന്ന് പറയുന്നത് അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. മെസ്സേജ് ഈസ് മസ്റ്റ്, അതായത് ഒരു മെസ്സേജ് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, കമ്മ്യൂണിക്കേഷൻ മേ ബി റിട്ടൺ ഓർ ഓറൽ ഓർ ഗസ്റ്ററൽ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഴുത്ത് രൂപേണായിരിക്കാം, ഓറലായിരിക്കാം, വാക്കുകൾ കൊണ്ടുള്ളതായിരിക്കും, ഗസ്റ്റർ അതായത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റുകൾ, ശരീരം കൊണ്ടുള്ള ആംഗ്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് നിർബന്ധമായിട്ടും ഇതിന് ആവശ്യമാണ്. നാലാമത്തെ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-വേ പ്രോസസ്സ് എന്നാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2-വേ പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്ററിൽ നിന്നും ഒരു റിസീവറിലേക്ക് എത്തുക, അതാണ് 2-വേ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസീവറിൽ നിന്നും എന്ത് ചെയ്യും, സെൻറ്ററിലോട്ട് അടുത്തൊരു മെസ്സേജ് എത്തും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 2-വേ പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ്
പ്രൈമറി പർപ്പസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ് എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാരുടെ സ്വഭാവത്തിലും മറ്റു കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇടപെടുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 6ാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ ആയിരിക്കാം, ഇൻഫോർമൽ ആയിരിക്കാം. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള എന്നുള്ളതാണ്. നമ്മൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ ചെന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്, അത്രയും ഒഫീഷ്യലായിട്ടുള്ള സംസാരങ്ങളെയാണ്, കമ്മ്യൂണിക്കേഷനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു രീതിയിലൂടെ ആയിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. പക്ഷേ ഇൻഫോർമൽ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള രീതികളില്ലാതെയാണ് സംസാരിക്കുന്നത് എന്നും ഓർത്ത് വയ്ക്കുക. ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒന്നാമത്തെ ടു ഇൻഫോം എന്നുള്ളതാണ്. ടു ഇൻഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ മറ്റാളുകളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് സ്പീക്കിംഗ് ആയിട്ടോ എഴുത്തുകളിലൂടെ അതുപോലെ തന്നെ വാക്കുകളിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാവാം. ചിലപ്പോൾ നോൺ വെർബലായിട്ടും. വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിലൂടെ പറയുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മൂവ്മെൻറ്റുകൾ, അതായത് ശരീരം കൊണ്ടുള്ള ആംഗ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് മറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് മറ്റ് രീതികളിൽ ന്യൂസ് പേപ്പറിലൂടെ, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ, മൂവീസ്, അങ്ങനെയുള്ള പല രീതികളിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഇൻഫോം എന്നുള്ളതാണ്. 2ാമത്തെ പോയിന്റ് ടു പെർസ്യൂഡ് എന്നുള്ളതാണ്. പെർസ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസ്യൂഷൻ മീൻസ് കൺവിൻസിങ് സംവൺ ടു ടേക്ക് എ സെർട്ടൻ ആക്ഷൻ ഓർ ബിലീവ് ഇൻ സംതിങ് ബൈ പ്രൊവൈഡിങ് സോളിഡ് ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അതായത് കൺവിൻസ് ചെയ്യിപ്പിക്കുക, വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് സോളിഡായിട്ടുള്ള, കൃത്യമായിട്ടുള്ള, വിശ്വസിക്കാൻ കഴിയുന്ന, ട്രൂത്ത്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകിക്കൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് 2ാമത്തെ പോയിന്റ് ടു പെർസ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, 3ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ടു മോട്ടിവേറ്റ് എന്നുള്ളതാണ്. ടു മോട്ടിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ബൈ ഗിവിംഗ് പീപ്പിൾ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദേ നീഡ് ടു ഡു, ഹൗ വെൽ ദേ ആർ ഡൂയിങ് ആൻഡ് വേർ ദേ ക്യാൻ ഇംപ്രൂവ് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക, നമുക്ക് പ്രോത്സാഹനം നൽകാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ഒരു കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ അയാൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഓൺലി വർക്ക്സ് വെൽ വെൻ ദ റിസീവർ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സെൻഡർ മീൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യുന്ന ആൾ, അതായത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആൾ, അദ്ദേഹം എന്താണ് ക്ലിയറായിട്ട് എന്താണ് പറയുന്ന മെസ്സേജ്, എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് റിസീവറിന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ച് പിന്നീട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ബി ക്ലിയർ വെദർ സ്പോക്കൺ ഓർ റിട്ടൺ, അതായത് നിങ്ങൾ സ്പോക്കൺ ആയിട്ട് സംസാരിച്ചു കൊണ്ടോ എഴുതിക്കൊണ്ടോ നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫ്രീ ഫ്രം എനി കൺഫ്യൂഷൻ, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലും കൺഫ്യൂഷൻസ് ഇല്ലാത്ത രീതിയിലും ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. എന്നിരുന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റൻഷൻ എന്നുള്ളതാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണേഴ്സ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഇതിലിരുന്നാൽ മാത്രമേ, ഈ ക്ലാസ്സിൽ കേട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി എൻഗേജിങ് ആൻഡ് ഹോൾഡ് ദ ലിസണേഴ്സ് അറ്റൻഷൻ, അതായത് കേട്ടിരിക്കുന്ന ആളുകളുടെ അറ്റൻഷൻസ് കൃത്യമായിട്ടിരിക്കണം, അല്ലെങ്കിൽ ശരിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ശ്രദ്ധയും ഇതിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഒരു സെൻറ്റർ പറയുന്ന കാര്യങ്ങൾ റിസീവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രെവിറ്റി എന്നുള്ളതാണ്. ബ്രെവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി ഷോർട്ട്, അതായത് കുറഞ്ഞ രീതിയിലായിരിക്കണം പറയേണ്ടത്. അതായത് ഒരിക്കലും നമ്മളൊരു കാര്യം പറയുമ്പോൾ വലിച്ചു നീട്ടി പറയരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് ഷുഡ് ബി ഷോർട്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഷോർട്ടായിരിക്കണം, വളരെ ചെറുതായിരിക്കണം. ആസ് ലിസണേഴ്സ് ഓഫൻ ഡോണ്ട് ഹാവ്
മച്ച് ടൈം ടു ഫോക്കസ് ഓൺ എ സിംഗിൾ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ലിസണേഴ്സിന് കൂടുതൽ സമയമൊന്നും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു സംസാരത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യണം, പറയണം. അതുപോലെ തന്നെ ക്ലിയർ ആൻഡ് കൺസൈസ്, കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയറും കൺസൈസും അതുപോലെ തന്നെ കംപ്ലീറ്റൊക്കെ ആയിട്ട് വേണം നിങ്ങൾ വളരെ ചുരുക്കി പറയുന്നതിന്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈംലിനെസ് എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ടൈംലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ടൈംലി, മീനിങ് ഇറ്റ് ഷുഡ് ബി റീച്ച് ദ റിസീവർ അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ് എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ സംവദിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയാനുള്ളൊരു കാര്യം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടോ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടോ ഒരിക്കലല്ല പറയേണ്ടത്. കൃത്യമായിട്ടുള്ള സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ റിസീവർ ആ കാര്യങ്ങൾ മറന്നു പോകാനുള്ള ചാൻസുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത എപ്പോഴും എന്ത് ചെയ്യും, കുറഞ്ഞിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അടുത്ത 5ാമത്തെ പോയിൻ്റാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി റീസണബിൾ ആൻഡ് പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് സെൻസ് ഉപയോഗിക്കുക, നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമാണ് ശരിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അല്ല, നമ്മളൊരിക്കലും ഇയാൾ പറയുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഇല്ലേ എന്നുള്ള രീതിയിൽ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടില്ല. 6ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി എ 2-വേ പ്രോസസ്സാണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാൾ, അയാളിൽ നിന്ന് വീണ്ടും തിരിച്ചും അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്, ഒരു 2-വേ പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനാൽ ദ റിസീവർ ഷുഡ് ബി ഏബിൾ ടു റെസ്പോണ്ട് ടു ദ മെസ്സേജ്. അതായത് റിസീവർ എന്ത് ചെയ്യണം, ആ മെസ്സേജിന് എപ്പോഴും റെസ്പോണ്ട് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരാൾ ഒരു ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് റിസീവർ, ഹലോ എന്ന് പറഞ്ഞ കഴിഞ്ഞുള്ള ആളാണ് സെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും റിസീവറായിട്ടുള്ള നിങ്ങൾ അതിനുള്ള ഒരു മറുപടി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, കൊടുക്കണം. ഹായ് എന്ന് പറയുന്ന ഒരു മറുപടിയാണെന്ന് കരുതുക. അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ സെൻറ്റർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം നിങ്ങൾ പറഞ്ഞുള്ള കാര്യം അവർക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളത്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആ ഫീഡ്ബാക്കിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുള്ള ഒരാൾക്ക്, ഒരു സെൻറ്ററിന് അയാൾ നൽകിയിട്ടുള്ള ആ വിവരം അത് കൃത്യമായി റിസീവർക്ക് എത്തി എന്നുള്ളതും അയാൾക്ക് മനസ്സിലായി എന്നുള്ളതും ഒരു സെൻറ്റർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.